ഹലോ, ഞാൻ ഡോക്ടർ ആഷ്ന. ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, പിലാത്തറ, കണ്ണൂർ. നമ്മുടെ പ്രായം കൂടുന്തോറും സാധാരണഗതിയിൽ കാണപ്പെടുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് മുട്ടുവേദന എന്ന് പറയുന്നത്. രാവിലത്തെ പണികളൊക്കെ ചെയ്ത് രാത്രിയായി നമ്മൾ കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് മുട്ടുവേദന ഉണ്ടാകുക. അതുപോലെ കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ നടക്കുക, സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേ മുട്ടുവേദന ഉള്ളവർക്ക് വേദന കഠിനമായിട്ട് വരാൻ തുടങ്ങും. സമാധാനമായിട്ട് ഒരു പണികളും എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു ഭൂരിഭാഗം സ്ത്രീകളുടെയും പരാതിയാണ്. മുന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലേ പണ്ടൊരു 60-80 വയസ്സ് കഴിഞ്ഞാൽ ചിലർ മാത്രമേ മുട്ടുവേദന പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ വരെ വളരെ കോമൺ ആയിട്ട് മുട്ടുവേദന കണ്ടുവരാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയുടെ മാറ്റങ്ങൾ തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക, ഇതൊക്കെ ഒരു കാരണമാണ് ചെറുപ്പക്കാരിൽ മുട്ടുവേദന വരാനായിട്ട്. ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പല ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ പല മരുന്നുകൾ എടുത്തു കഴിഞ്ഞാലും പല സർജറി ചെയ്തു കഴിഞ്ഞാലും മുട്ടുവേദനയിൽ നിന്ന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് ലഭിക്കാറില്ല. പലപ്പോഴും ഈ വേദന കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ചിലവർക്ക് ഈ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടും ചിലവരുടെ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അമിത ഭാരമുള്ളവർക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ വേദന കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് മുട്ടുവേദന കുറയാൻ വേണ്ടി എളുപ്പത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് നമുക്ക് മുട്ടുവേദന കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ഭാരം താങ്ങുന്ന 2 ജോയിൻറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ജോയിൻ്റ് എന്ന് പറയുന്നത് ഹിപ്പ് ജോയിൻറ്റും രണ്ടാമത്തെ ജോയിൻ്റ് എന്ന് പറയുന്നത് നീ ജോയിൻറ്റുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തേയ്മാനം കണ്ടുവരുന്നതും ഈ 2 ജോയിൻറ്റുകളിലാണ്. അതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു തേയ്മാനം ഉള്ളൊരു ജോയിൻ്റാണ് മുട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ മുട്ട് വേദന എന്ന് പറയുമ്പോഴെന്താ, നമ്മളുടെ എല്ലുകൾ തമ്മിൽ ഒരയുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. തേയ്മാനം എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മുടെ 2 എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ജോയിൻ്റ് അല്ലെങ്കിൽ സന്ധി എന്ന് പറയുന്നത്. ഈ 2 ജോയിൻറ്റുകൾ തമ്മിൽ ഒരയാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ലൂബ്രിക്കേഷൻ നിലനിർത്താൻ സൈനോവിയൽ ഫ്ലൂയിഡും കാർട്ടിലേജും ബർസ ലിഗമെന്റ് ഇങ്ങനെ കുറേ പേര് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ജോയിൻറ്റിന് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ തേയ്മാനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എല്ലുകളുടെ ഇടയിലുള്ള ലൂബ്രിക്കേഷൻ നിലനിർത്തുന്ന കാർട്ടിലേജ് ഇതിൽ ചെറിയൊരു കീറലോ അല്ലെങ്കിൽ വല്ല ചില വിള്ളലുകളോ അല്ലെങ്കിൽ ചെറിയ തുളകളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ എല്ലുകൾ തമ്മിൽ പരസ്പരം ഒരയാൻ തുടങ്ങും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനമായിട്ട് മാറുന്നത്. ഈ കാർട്ടിലേജ് നശിക്കും തോറും നമ്മൾ എല്ലുകൾ തമ്മിൽ പരസ്പരം ഒരയാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും പണികൾ എടുക്കുമ്പോഴും കൂടുതലായിട്ട് നമ്മളെ ജോയിൻ്റ് പ്രഷറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. കാരണം എല്ലുകൾ തമ്മിൽ പരസ്പരം ഒരയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഉണ്ടാകുക? ആദ്യം തന്നെ ഉണ്ടാകുന്നത് വേദനയാണ്. അതുപോലെ നല്ലപോലെ നീർക്കെട്ടുണ്ടാകും. മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചുവന്ന പോലെ ഒരു കളർ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. മുട്ടിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേദന ഉണ്ടാവും. മുട്ട് മടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. ടക്ക് ടക്ക് പോലത്തെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഒരു മുട്ടിന് ഇപ്പോൾ വലത് കാലിനാണ് നമുക്ക് മുട്ടുവേദന വരുന്നതെങ്കിൽ നമ്മൾ ഇടത് കാല് ഫുൾ പ്രഷറൈസ് ചെയ്തിട്ട് നമ്മൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടത് കാലിൽ പിന്നെ തേയ്മാനം വരാനും ഇടത് കാലിലും ഈ ഒറ്റൊരു കാരണം കൊണ്ട് നമുക്ക് വേദന വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് തേയ്മാനം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പഞ്ചസാര നമ്മുടെ എല്ലിനെ ഏറ്റവും കൂടുതലായിട്ട് നശിപ്പിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതായത് നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോഴേ നമ്മുടെ എല്ലുകളിലുള്ള കാൽഷ്യം വലിച്ചെടുത്തിട്ടാണ്
പഞ്ചസാരയുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. എത്രത്തോളം പഞ്ചസാര നമ്മൾ ദിവസവും ഉൾപ്പെടുത്തുന്നോ അത്രത്തോളം എല്ലുകളിൽ തേയ്മാനം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് പഞ്ചസാര അടങ്ങി എന്ത് ഭക്ഷണമായാലും, ബേക്കറി ആയാലും, പിന്നെ ഈ കൊക്കക്കോള, 7up പോലുള്ള ഡ്രിങ്ക്സ് ആയാലും, പഞ്ചസാര ഇട്ടിട്ടുള്ള എന്ത് പാനീയങ്ങൾ കഴിക്കുന്തോറും നമ്മുടെ എല്ലുകൾക്ക് കൂടുതൽ തേയ്മാനമുണ്ട്. അതാണ് ഇപ്പോൾ ചെറുപ്പക്കാരിൽ വരെ ഇതുപോലെ തേയ്മാനം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ന്യൂട്രീഷൻ കൊടുക്കുന്നില്ല. എല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ തേയ്മാനം വളരെ ചെറുപ്പത്തിലേ നമുക്ക് കണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്നത് കൂടുതലും ധാന്യങ്ങളാണ്. ഹൈ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കൂടുതൽ കഴിച്ച് നല്ല ഫാറ്റ് അടങ്ങിയതും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കുറച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നമ്മുടെ എല്ലുകളുടെ ബലം പോവാനും ഇതുപോലെ കാർട്ടിലേജ് നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രായമാണ്. അത് സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്തോറും ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തേയ്മാനം വരുവാനും വേദന വരുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഭാരമാണ്. കൂടുതലായിട്ട് ശരീരഭാരം ഉണ്ടെങ്കിൽ ഈ ഭാരം താങ്ങുന്ന ജോയിന്റുകൾക്ക് തേയ്മാനം വളരെ എളുപ്പത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് വ്യായാമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എല്ലുകൾ തമ്മിൽ ഒരയാതെ അതിൻ്റെ ലൂബ്രിക്കേഷൻ നിലനിർത്തുന്ന ഒന്നാണ് ഈ കാർട്ടിലേജ്. ഈ കാർട്ടിലേജിലുള്ള കോശങ്ങൾ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആസിഡാണ് ഈ കാർട്ടിലേജിൻ്റെ ഹെൽത്ത് നിലനിർത്തുന്നത്. പക്ഷേ ഈ ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ കാർട്ടിലേജിൽ ഉണ്ടാക്കുന്നത് കുറയുമ്പോൾ പെട്ടെന്ന് തേയ്മാനം വരും. അതിനൊരു കാരണം വ്യായാമം ചെയ്യാത്തതാണ്. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഹൈലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ കാർട്ടിലേജിലെ കോശങ്ങളിൽ ഉണ്ടാവുകയും കാർട്ടിലേജിൻ്റെ ഹെൽത്ത് നിലനിർത്തിക്കൊണ്ടുപോയി ഡാമേജ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. വ്യായാമം കുറയുന്നുണ്ടോ ഈ ഒരു ആസിഡ് കുറയുകയും ഈ കാർട്ടിലേജ് കൂടുതലായിട്ട് ഡാമേജ് ആവുകയും തേയ്മാനം വളരെ പെട്ടെന്ന് വന്ന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ വരാൻ തുടങ്ങും. ഇതാണ് നമുക്ക് മുട്ടുവേദന വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം? ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത് എല്ലാ തരത്തിലുള്ള ബേക്കറി ഐറ്റംസും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ്, അതായത് സൺഫ്ലവർ പോലുള്ള ഓയിൽസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാം ഓയിൽ, ഇങ്ങനെയുള്ള ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കുക. ഈ രണ്ട് ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ഒഴിവാക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. മറ്റൊന്ന്, എന്താണ് നിങ്ങൾ ഇനി ഉൾപ്പെടുത്തേണ്ടത്? ഭൂരിഭാഗം ആളുകൾക്കുള്ള സംശയമാണ്. എല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഭയങ്കര ഡൗട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂട്രീഷനാണ് നമ്മുടെ എല്ലുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ന്യൂട്രീഷനാണ് നമ്മുടെ എല്ലിന് വേണ്ടത്? അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂക്കോസമൈൻ. ഈ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ആ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ എല്ലുകളുടെ രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ജോയിൻറ്റുകൾ തമ്മിൽ ഒരയാതെ അതിൻ്റെ ലൂബ്രിക്കേഷൻ നിലനിർത്തുന്ന കാർട്ടിലേജ്, സൈനോവിയൽ ഫ്ലൂയിഡ്, ഇതിൻ്റെ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാനും അതുപോലെ ഇത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് പുതുതായി ഉണ്ടാക്കാനും ഈ ഒരു ഗ്ലൂക്കോസമൈൻ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻ ശരീരത്തിന് ലഭിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇതാണ് ഷെൽ ഫിഷ്, അത് നമ്മുടെ കക്ക, ഞണ്ട്, ചെമ്മീൻ പോലുള്ള ഭക്ഷണത്തിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചോളത്തിലും നന്നായിട്ട് ഗ്ലൂക്കോസമൈൻ അടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് അതിൽ നന്നായിട്ടുണ്ട്. ഇലക്കറികളിൽ നന്നായിട്ട് ഈ ഗ്ലൂക്കോസമൈൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ദിവസവും ഡെയിലി റൊട്ടീനായിട്ട് ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ഗ്ലൂക്കോസമൈൻ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാനും ജോയിൻറ്റുകളുടെ ഹെൽത്ത് നിലനിർത്താനും വളരെ നല്ലതാണ്. പിന്നെ റെഡ് മീറ്റ്, ഫിഷ്, ഇതിലൊക്കെ നന്നായിട്ട് ഗ്ലൂക്കോസമൈൻ അടങ്ങിയിട്ടുണ്ട്. അല്ലാത്ത രീതിയിൽ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ടും ഗ്ലൂക്കോസമൈൻ എടുക്കാം. ഡെയിലി ഒരു 1500 mg ഡോസേജിൽ നമുക്ക് ഈ ഗ്ലൂക്കോസമൈൻ്റെ സപ്ലിമെൻ്റ് എടുക്കുന്നതും തേയ്മാനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് മഗ്നീഷ്യം സിട്രേറ്റ്.
ഈ മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്നത് എല്ലുകളുടെ ബലത്തിന് വളരെ നല്ല ഒരു ന്യൂട്രീഷനാണ് മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന വേദന മാറാനും മഗ്നീഷ്യം സിട്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും നന്നായിട്ടുള്ളത് നട്ട്സുകളിലാണ്. അതായത് അണ്ടിപ്പരിപ്പ്, ബദാം പോലുള്ള നട്ട്സുകൾ നമ്മൾ ഉൾപ്പെടുത്തുക. സീഡ്സ് നന്നായിട്ട് ഉൾപ്പെടുത്തുക. ചിയാ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ് പോലുള്ള സീഡ്സുകൾ നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ട്, അതുപോലെ ഇലക്കറികളിലും മത്തികളിലൊക്കെ നന്നായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ തേയ്മാന പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് തേയ്മാനം വന്നു കഴിഞ്ഞാൽ കാൽഷ്യം. പക്ഷെ കാൽഷ്യം മാത്രമല്ല നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് സിങ്ക്, സെലീനിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം ഇതൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു പൂർണ്ണമായിട്ട് ആരോഗ്യമുള്ള ഒരു എല്ലുകളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിങ്ക് ആണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പംകിൻ സീഡ്, അതുപോലെ റെഡ് മീറ്റ്, അതിലൊക്കെ നന്നായിട്ട് സിങ്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സെലീനിയം വളരെ നല്ലതാണ്. സെലീനിയം ആണെങ്കിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സൺഫ്ലവർ സീഡിലൊക്കെ, അതുപോലെ ബ്രസീൽ നട്ട്, ഇതിലൊക്കെ നന്നായിട്ട് സെലീനിയം അടങ്ങിയിട്ടുണ്ട്. ഇതും ഡെയിലി ബേസിസിൽ കഴിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വളരെ നല്ലതാണ്. പിന്നെ പൊട്ടാഷ്യം ആണെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴത്തിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, ആപ്പിളിൽ നന്നായിട്ടുണ്ട്, ഓറഞ്ചിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇലക്കറികളിലൊക്കെ നല്ലപോലെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ദിവസവും ഉൾപ്പെടുത്തുന്നതും പൊട്ടാഷ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. മറ്റൊരു ന്യൂട്രീഷനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ശരീരത്തിൽ കിട്ടുന്നത് ഈ മഗ്നീഷ്യം നമ്മുടെ ഉള്ളിലോട്ടേക്ക് കയറണമെങ്കിൽ വൈറ്റമിൻ സിയുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ സി എടുക്കുമ്പോൾ മഗ്നീഷ്യം നമ്മുടെ എല്ലുകളിൽ എത്തുകയും എല്ലിൻ്റെ ബലം നന്നായിട്ട് നിലനിർത്താനും വളരെ നല്ലതാണ്. തേയ്മാനം ഒഴിവാവാനും നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ പേരക്ക നല്ലതാണ്, പപ്പായ, ഇതിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത്. തക്കാളി, ബ്രൊക്കോളി, ഇതിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് വൈറ്റമിൻ ഡി. നമ്മൾ കൃത്യമായിട്ടൊരു രാവിലെ ഒരു 10 മണിക്കുള്ളിൽ, ഒരു 9 മണിക്കുള്ളിൽ നമ്മളൊരു അരമണിക്കൂറോളം വെയിൽ കൊള്ളുന്നതും 4 മണി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം വെയിൽ കൊള്ളുന്നതും വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാൻ നല്ലതാണ്. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്ലിമെൻ്റ് ആണ്. വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് ഡെയിലി ഡോസായിട്ട് കഴിക്കുന്നതും നമ്മുടെ എല്ലുകളുടെ തേയ്മാനം ഒഴിവാകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് ഒമേഗ 3. നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വളരെ എഫക്റ്റീവാണ് ഒമേഗ 3. ഈ നട്ട്സുകളിൽ നന്നായിട്ടുണ്ട്. മത്തി, അതുപോലെ എല്ലാ മീനുകളിലും ഒമേഗ 3 നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ 3യിൽ അടങ്ങിയിരിക്കുന്ന DHA, EPA എന്ന് പറയുന്ന ഈ 2 ഘടകങ്ങളാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ വളരെയധികം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക. അതുപോലെ ഒമേഗ 3യുടെ സപ്ലിമെൻ്റ് ഡെയിലി ഒരു 1000 mg നമ്മൾ എടുക്കുന്നതും എല്ലുകളുടെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. മറ്റൊന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുക. മുട്ടുവേദന കുറയാനുള്ള എല്ലാ തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതും, മുട്ടുവേദന എക്സസൈസ് നോക്കുവാണെങ്കിൽ തന്നെ കുറേ എക്സസൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു 15-20 മിനിറ്റ് നമ്മൾ ഡെയിലി ഫോക്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മുട്ടുവേദനയുടെ വേദനയും നീർക്കെട്ടും, മുട്ടുവേദന കാരണം മടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുട്ടുവേദന ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്. മുട്ടുവേദന വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.